ദേശീയപാത അതോറിറ്റിയിലെ വിദഗ്ധരുണ്ട്, NIT-യിലെ സംഘമുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഒരു പഠന റിപ്പോർട്ടാണ് ചുരം റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ളത്. അതായത് ഇത്തരത്തിൽ ഇനിയും റോഡ് സുരക്ഷിതമാണോ എന്ന തരത്തിലുള്ള റോഡുകൾക്ക് വലിയ ഡാമേജുകൾ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് റോഡുകൾക്ക് എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചോ അതോ ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാതെ പാറകൾ അടർന്നു വീഴാനുള്ള സാധ്യതകളുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാനാണ് ഏതായാലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും വയനാട് ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് ഇത്തരത്തിലുള്ള ഈ പരിശോധനാ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഏതായാലും കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തി ചുരം റോഡിലൂടെ ഗതാഗത സൗകര്യങ്ങൾക്ക് യാതൊരുവിധ ഭീഷണിയുമില്ല, ഈ അപകടം നടന്നതിന് ശേഷം കൃത്യമായ രീതിയിൽ സുരക്ഷിതമാണോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നടത്തുന്നത്. കാരണം ഏത് തരത്തിലുള്ള അപകടമാണ് ഈ മേഖലയിൽ സംഭവിച്ചതെന്ന തരത്തിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഒരു വിദഗ്ധ സംഘത്തിന് തീരുമാനമെടുത്തത്. ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്, ഏതായാലും ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. പ്രാഥമികമായ പരിശോധനയിൽ നേരത്തെ ഇത് റോക്ക് സ്ലൈഡിംഗ് ആണെന്ന തരത്തിൽ കണ്ടെത്തിയത്, അതായത് പാറകൾ നിരങ്ങി നീങ്ങുന്ന പ്രതിഭാസം എന്ന ഒരു പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനേതായാലും വിശദമായ ഒരു പഠന റിപ്പോർട്ട് നൽകണം ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇത്തരത്തിലൊരു വിദഗ്ധ സംഘത്തിന് രൂപം നൽകി ആ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഏതായാലും ഈ അപകടം നടന്ന മേഖല സന്ദർശിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയപാത വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, പ്രത്യേക വിദഗ്ധരടങ്ങിയ സംഘം ഏതായാലും ഈ സ്ഥലത്തെത്തിയത്. ഏതായാലും അവർ പരിശോധനകൾക്കായുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കി അതിൻ്റെ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ